ഹല്ലേലൂയ. വളരെ ആനന്ദത്തോടെയാണ് ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ ഒപ്പമായിരിക്കുന്നത്. മഹത്വത്തിന് സാന്നിധ്യം എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. 119 സങ്കീർത്തനം 56 തിരുവചനത്തിൽ ഇപ്രകാരം ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുകയാണ്: അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ചു എന്നതാണ് എനിക്ക് ലഭിച്ച അനുഗ്രഹം. ദൈവത്തെ അനുസരിക്കുന്നതാണ് ദൈവമക്കളെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ഈ വചനത്തിൽ പരിപൂർണമായും വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായ അളവിൽ നമ്മുടെ ജീവിതങ്ങളിലൂടെ പ്രവർത്തിക്കുവാനായിട്ട് പോവുകയാണ്. നമ്മുടെ കുടുംബങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരാൻ പോവുകയാണ്. നമ്മെ കരുതുന്ന കർത്താവ്, നമ്മെ പരിപാലിക്കുന്ന കർത്താവ്, അനുദിനം നമ്മളെ വഴി നടത്തുന്ന നല്ല ദൈവത്തിന്റെ സ്നേഹം ആവോളം അനുഭവിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ശക്തിയോടെ കരങ്ങൾ അടിച്ച് എല്ലാം മറന്ന് കർത്താവിന്റെ ആ കരുതൽ സ്നേഹം സ്വന്തമാക്കിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് പാടാം. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, ചേർന്ന് പാടാം. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എല്ലാവരും ചേർന്ന് പാടുകേ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, കരം നീട്ടി പ്രവർത്തിക്കണമേ, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട്. എന്നെ കൂടെയുള്ള കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചു പാടുകേ. യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. ബോധ്യത്തോടെ നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാം, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ പതറില്ല. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല കർത്താവേ, ഈ അഭിഷേകം നൽകണമേ, ഈ അഭിഷേകം നൽകണമേ. എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല, എന്റെ കർത്താവിന്റെ കൂടെയുണ്ട്. ഉറക്കെ പ്രഖ്യാപിച്ച നിങ്ങള് എന്താ കാരണം? വീഴുന്നതു തീയിലല്ല, യേശുവിൻ കരങ്ങളിലാ. അതാ കാര്യം. ആ ബോധ്യത്തോടെ നമ്മൾ ഒന്നിനോർത്തും അസ്വസ്ഥരാകേണ്ട മക്കളെ. കരങ്ങൾ ശക്തിയോടെ ഉയർത്തിയടിച്ച് പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എത്ര പേർക്ക് ബോധ്യമുണ്ട്? പരാതി വേണ്ട മക്കളെ, പരിഭവം വേണ്ട, ഉരുവിരിപ്പ് വേണ്ട. എല്ലാം നന്മയ്ക്കായി, എല്ലാം നന്മയ്ക്കായി. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു. ആ ബോധ്യത്തോടെ വരിക മക്കളെ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു. ഇരു കരങ്ങൾ കർത്താവിന് മുൻപിലേക്ക് ഉയർത്തി ആനന്ദത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കേ. പരാതികളില്ല, പരിഭവമില്ല, ഉരുവിരിപ്പില്ല, നൊമ്പരങ്ങളില്ല. കർത്താവിന്റെ സ്നേഹത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് യേശുവിനെ വിളിക്കും മക്കളെ. ജീസസ്, യേശുവേ, ഞങ്ങളെ പൊന്നു കർത്താവേ, പൊന്നു കർത്താവേ, അഭിഷേക കരങ്ങൾ നീട്ടണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗോന്മുഖമായി ജീവിക്കാൻ, സ്വർഗത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കുവാൻ, സ്വർഗീയ പ്രത്യാശയിൽ വളരുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഈ സ്തുതി ആരാധനയിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന അനേകായിരം മക്കളുണ്ട് കർത്താവേ. അവിടെ നിയോഗങ്ങളുടെ മേൽ, ആവശ്യങ്ങളുടെ മേൽ കരം നീട്ടണമേ. പ്രതികൂലങ്ങളിൽ
മാറാ രോഗങ്ങളിൽ വേദനിച്ചിരിക്കുന്ന ഒരുപാട് ജീവിതങ്ങളെ ഈ സ്തുതി ആരാധനയിൽ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുന്നു. എന്റെ സഹോദര, നീ ഒന്ന് നിലവിളിച്ച യേശുവിനെ മുൻപിൽ. സഹോദരി, നുറുങ്ങിയ ഹൃദയത്തോടെ യേശുവിനെ വിളിക്കേ. കർത്താവിന്റെ ജീവിതത്തിൽ ഇടപെടുന്ന സമയം, അത്ഭുതത്തിന്റെ സമയം. ഇതാ രോഗികൾ അത്ഭുത വിടുതൽ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ക്യാൻസർ രോഗങ്ങൾ വിട്ടുമാറുന്നു. ബ്രെയിൻ ട്യൂമർ യേശുനാമത്തിൽ സുഖപ്പെടുന്നു. ഹൃദ്രോഗികൾ യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കുന്നു. ലിവർ സിറോസിസ് യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകുന്നു. ഉദര രോഗങ്ങൾ വിട്ടുമാറുന്നു. അൾസർ സുഖപ്പെടുന്നു. വ്യത്യസ്തങ്ങളായ അലർജി രോഗങ്ങൾ സുഖപ്പെടുന്നു. എല്ല് സംബന്ധ രോഗങ്ങൾ സുഖപ്പെടുന്നു. അത്ഭുത സൗഖ്യങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത് അനേകം ദൈവമക്കളുടെ ശരീരത്തിൽ അത് അനുഭവിക്കാൻ കർത്താവ് കൃപ കൊടുക്കുന്നു. യേശുവേ, കത്തട്ടെ, ഭൂഖണ്ഡങ്ങളിൽ കത്തട്ടെ, ലോക ജനതയിൽ കത്തട്ടെ. സാത്താന്യ കോട്ടകൾ ഛിന്നഭിന്നമാകട്ടെ. പിശാച് കെട്ടുപോക്കിയ ദുർഗമമായ കോട്ടകൾ ഇടിഞ്ഞ് നിലംപതിക്കട്ടെ. Mighty anointing. In the name of Jesus, I bind all the spirit in Jesus' name. Hallelujah, hallelujah, hallelujah. ഓ പൊന്നു കർത്താവേ, ഞങ്ങൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ഈ ലോകത്തിന്റെ കളങ്കമേൽക്കാതെ, ഈ ലോകത്തിന്റെ കറയേൽക്കാതെ സ്വർഗോന്മുഖമായി ജീവിക്കുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നേ ദിവസം തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കുക. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 20-ാം വചനത്തിൽ ഇപ്രകാരം ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുകയാണ്: എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വെക്കുക. അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയില്ല. ഈ തിരുവചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയാ, സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപം കരുതി വെക്കുക. ദൈവമക്കളെ, നിക്ഷേപം കരുതി വെക്കുന്നതിൽ കർത്താവ് എതിരല്ല. നമ്മുടെ കർത്താവ് പറയുന്നത് നിക്ഷേപങ്ങൾ കരുതുവാൻ തന്നെയാണ്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എവിടെയാണ് നിക്ഷേപം കരുതേണ്ടത്? എങ്ങനെയാണ് നിക്ഷേപം കരുതി വെക്കേണ്ടത്? നമുക്കറിയാം, നമ്മൾ നമ്മുടെ സമ്പത്ത് ഒരു സ്ഥലത്ത് നിക്ഷേപിക്കുമ്പോൾ പ്രധാനമായി നമ്മൾ ചിന്തിക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമതായി സുരക്ഷിതത്വം ഉണ്ടായിരിക്കണം. അത് നഷ്ടപ്പെടാൻ പാടില്ല. സുരക്ഷിതത്വം ഉണ്ടായിരിക്കണം. രണ്ടാമതായി നമ്മളൊക്കെ ചിന്തിക്കുന്നൊരു കാര്യമാണ്, ഏത് സമയത്തും അതെടുക്കുവാൻ പറ്റണം. അതുകൊണ്ട് ഇന്ന് ബാങ്കുകാരൊക്കെ ATM കൗണ്ടറൊക്കെ ഒരുപാട് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. മൂന്നാമതായി നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത സമ്പത്തിന്റെ മൂല്യം അത് കുറയരുത്, കൂടി കൂടി വരണം. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. ഏതൊരു മനുഷ്യനും തൻ്റെ സമ്പത്ത് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും. എന്നാൽ പ്രിയ സഹോദര സഹോദരി, നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിലോട്ട് നമ്മളൊന്ന് നോക്കുക. ഇന്നത്തെ മനുഷ്യന്റെ പ്രശ്നം എന്ന് പറയുന്നത് എങ്ങനെ പണം ഉണ്ടാക്കാം എന്നതല്ല. അതല്ല ഇന്നത്തെ വിഷയം. പണം എവിടെ ഡെപ്പോസിറ്റ് ചെയ്യാം, നിക്ഷേപിക്കാം, ഇതാണ് ഇന്നത്തെ മനുഷ്യന്റെ പ്രശ്നം. ഇതിന്ന് വലിയൊരു തലവേദനയായിക്കൊണ്ടിരിക്കുക. എവിടെയാണ് പണം നിക്ഷേപിക്കുക? ഇന്ന് എത്ര വ്യക്തികൾക്കാ ഇതിൽ അബദ്ധം പറ്റണ, കളിപ്പ് പറ്റണ. അതുകൊണ്ടല്ലേ തട്ടിപ്പ് പ്രസ്ഥാനങ്ങൾ ഇന്ന് കൂണ് പൊട്ടി മുളയ്ക്കുന്നത് പോലെയാണ് പൊട്ടിമുളച്ചുകൊണ്ടിരിക്കുന്നത്. ചില മൊബൈലൊക്കെ മെസ്സേജ് വരില്ലേ, നിങ്ങളെ ഞങ്ങൾക്ക് ഇഷ്ടമായി, നിങ്ങൾക്ക് 500 കോടി രൂപ തരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു.
അതിന്റെ പ്രോസസ്സിങ്ങിന് വേണ്ടി നിങ്ങൾ ആദ്യം ഇത്രയും തുക ആദ്യം ഒന്ന് മുടക്കുക. അത് മുടക്കി കഴിഞ്ഞാൽ കോടികളാണ് നിങ്ങൾക്ക് കിട്ടുക. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ആൾക്കാർ ചാടി വീഴുക, പണം ഉണ്ടാക്കാൻ, പൈസ ഉണ്ടാക്കാൻ. ഇതൊരു ചതിയാന്ന് മനസ്സിലാക്കാൻ അനേകർക്ക് പറ്റുന്നില്ല. അങ്ങനെ പൈസ മുടക്കി, റിയൽ എസ്റ്റേറ്റിൽ പൈസ മുടക്കി, കൂടുതൽ പലിശ കിട്ടുമെന്ന് വിചാരിച്ച് പല പ്രൈവറ്റ് കമ്പനികളിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്ത് എത്ര പേരുടെയാ സമ്പത്ത് ഇന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് അനേകം കുടുംബങ്ങളുടെ തകർച്ചയുടെയും സാമ്പത്തിക പരാജയത്തിനും പ്രധാന കാരണം അവർ നിക്ഷേപിച്ച സ്ഥലം തെറ്റായി പോയതാണ്. അതുകൊണ്ട് യേശു പറഞ്ഞത് നമ്മൾ നിക്ഷേപം കരുതുവാൻ തന്നെ കർത്താവ് പറയണേ. പക്ഷെ എവിടെ കരുതാനാ പറയണേ? സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കുക. അതിന് മുകളിലത്തെ വചനം 19-ാമത്തെ വചനം നിങ്ങൾ എടുത്ത് നോക്കുക. അവിടെ വീണ്ടും കർത്താവ് പറഞ്ഞു, ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം കരുതി വെക്കരുത്, മോഷ്ടിക്കരുതെന്ന് പറഞ്ഞ അതേ കർത്താവ്, നിന്റെ ദൈവം ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് എന്ന് പറഞ്ഞ അതേ കർത്താവിന്റെ കൽപ്പന തന്നെയാ ഇത്. ഏത്? ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത്, നിങ്ങൾ സ്വർഗത്തിൽ നിക്ഷേപം കരുതുക. നമ്മൾ നിക്ഷേപം കരുതേണ്ടത്, നമ്മൾ സമ്പത്ത് നിക്ഷേപിക്കേണ്ടത് സ്വർഗത്തിലാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഭൂമിയിലെ നിക്ഷേപത്തിന്റെ സമ്പത്തിന്റെ പ്രത്യേകത എന്താണ്? അത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഭൂമിയിലെ സമ്പത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, നമുക്കത് ശേഖരിച്ചു വെക്കാൻ പറ്റില്ല. അത് വെറും താൽക്കാലികമാണ്, നൈമിഷികമാണ്. മക്കളെ, നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏത് സമ്പത്തും എന്തുമായിക്കോട്ടെ അതെല്ലാം നൈമിഷികമാണെന്ന് തിരിച്ചറിയാം. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ ഇപ്രകാരം ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുകയാണ്: നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നില്ല, നാം ഇവിടെ നിന്ന് പോകുമ്പോൾ ഒന്നും തന്നെ കൊണ്ടുപോകുന്നില്ല. രണ്ടാമത്, അത് നശിക്കുന്നതാണ്. ഭൂമിയിൽ ഏത് സമ്പത്തും നശിച്ചു പോണതാ. നമുക്ക് എത്രയോ കാര്യങ്ങൾ കാണാൻ പറ്റും. ജന്തുലോകമാണെങ്കിലും സസ്യലോകമാണെങ്കിലും മനുഷ്യലോകമാണെങ്കിലും എന്തൊക്കെ വിധത്തിലുള്ള ഭൗതിക വസ്തുക്കളാണെങ്കിലും നല്ല മണിമാളിക പോലുള്ള കെട്ടിടങ്ങളാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും അതൊക്കെ നശിച്ചു പോകും. മൂന്നാമത്, അതിന് യാതൊരു സുരക്ഷിതത്വവുമില്ല, അതെപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെട്ടു പോകാം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത്, സ്വർഗത്തിൽ നിക്ഷേപം കരുതുക. എന്താണ് സ്വർഗത്തിൽ സമ്പത്ത് ഡെപ്പോസിറ്റ് ചെയ്തുള്ള പ്രത്യേകത? അത് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. കാരണം സ്വർഗം നിത്യമാണ്. ദൈവത്തിന്റെ ആയുസ്സാണ് ദൈവമക്കളെ, സ്വർഗത്തിന്റെ ആയുസ് അത് നിത്യമാണ്. അത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അവിടെ സ്റ്റോർ ചെയ്താൽ നമുക്ക് ഒരുപാട് ലാഭം ഉണ്ടാകും. രണ്ടാമത്, അത് നശിക്കാത്തത്. അതുകൊണ്ട് യേശു പറഞ്ഞേ, അവിടെ തുരുമ്പും കീടങ്ങളും ഇല്ല. സ്വർഗീയ സമ്പത്ത് നശിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല, അതിന് നശിപ്പിക്കാൻ പറ്റില്ല. അത് നിത്യം നിലനിൽക്കുന്നതാണ്, അത് നിത്യകാലത്തേക്കുള്ളതാണ്. മൂന്നാമത്, അതിന് സുരക്ഷിതത്വമുണ്ട്. അത് താൽക്കാലികമല്ല, നൈമിഷികമല്ല, അത് ശാശ്വതമാണ്. ഈ തിരുവചനത്തിലേക്ക് നമ്മൾ കുറെ കൂടി വ്യക്തമായി ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപം, നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും തലമുറകൾക്കും കൊച്ചുമക്കൾക്കും പേരക്കുട്ടികൾക്കും അങ്ങനെയൊന്നല്ല പറയണത്, നിങ്ങൾക്കായി. അത് ഇൻഡിവിജ്വൽ ആണ്. ഇന്ന് നമ്മള് നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനു വേണ്ടി അനേകം സമ്പത്ത് കരുതുന്നുണ്ട്. സ്വർഗത്തിലെ സമ്പത്തിന്റെ പ്രത്യേകത അത് ഇൻഡിവിജ്വൽ ആണ്, നിങ്ങൾക്കായി. ഓരോ വ്യക്തികളും അത് സ്റ്റോർ ചെയ്തില്ലെങ്കിൽ അത് വലിയ അപകടമാണെന്നാണ് കർത്താവ് ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമുക്ക് എങ്ങനെ സ്വർഗത്തിൽ നിക്ഷേപം കരുതാൻ പറ്റും? സ്വർഗത്തിൽ നിക്ഷേപം കരുതണമെങ്കിൽ ഒന്നാമതായി സ്വർഗം നമുക്ക് അത്രയും ക്ലോസ് ആകണം. സ്വർഗം നമുക്ക് അത്രയും ക്ലോസ് ആകണം. സ്വർഗം എന്ന് പറയുന്നത് അങ്ങ് വിദൂരത്തിരിക്കുന്ന ഒന്നല്ല. നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും സ്വർഗത്തിന്റെ അനുഭവത്തിൽ ജീവിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും സ്വർഗത്തിന്റെ ആ സൗഭാഗ്യത്തിൽ നിത്യജീവന്റെ അനുഭവത്തിൽ മുന്നേറുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നിത്യജീവൻ വേണമെങ്കിൽ, സ്വർഗത്തിൽ സമ്പത്ത് വേണമെങ്കിൽ, ഈ ഭൂമിയിലെ ജീവിതത്തിൽ നമ്മൾ അപ്രകാരം ജീവിക്കണമെന്നാണ് ഈ വചനത്തിലൂടെ കർത്താവ് പഠിപ്പിക്കണേ. മത്തായി സുവിശേഷം 5-ാം അധ്യായം
10ഉം 11ഉം വചനങ്ങൾ എടുത്ത് പഠിക്കുമ്പോൾ അവിടെ യേശു പറഞ്ഞു, മലയിലെ പ്രസംഗം ഗിരിപ്രഭാഷണമാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്: എന്റെ നാമത്തെ പ്രതി മനുഷ്യൻ നിങ്ങൾ അവഹേളിക്കുകയും നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആഹ്ലാദിച്ചുല്ലസിക്കുവിൻ, നിങ്ങൾ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ സ്വർഗരാജ്യത്തിൽ നിങ്ങളുടെ പ്രതിഫലം വളരെ വലുതായിരിക്കും. ഹല്ലേലൂയ. അപ്പൊ സ്വർഗത്തിൽ സമ്പത്ത് വർദ്ധിക്കുവാനുള്ളൊരു മാർഗം എന്താ? ദൈവരാജ്യത്തെ പ്രതി, യേശുക്രിസ്തുവിനെ പ്രതിയുള്ള സഹനങ്ങൾ സന്തോഷത്തോടെ, ആനന്ദത്തോടെ, അതൊരു ത്രില്ലായി മാറണം. ക്രിസ്തുവിനെ പ്രതി നമുക്ക് ലഭിക്കുന്ന സഹനങ്ങളിൽ ഒരു ത്രില്ല് കണ്ടെത്താൻ എനിക്ക് നിങ്ങൾക്കും കഴിഞ്ഞാൽ ഉറപ്പ് ഈശോ വാഗ്ദാനം ചെയ്യുക, സ്വർഗത്തിൽ നമ്മുടെ സമ്പത്ത് വർദ്ധിക്കും. വിശുദ്ധയുടെ ജീവിതത്തിലോട്ട് നോക്ക്, പ്രവാചകരുടെ ജീവിതത്തിലോട്ട് നോക്ക്, അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലോട്ട് നോക്ക്. അവർക്കെല്ലാം സ്വർഗം അത്രയും ക്ലോസ് ആയിരുന്നു. അതുകൊണ്ടാണ് അവർ അവരുടെ ജീവിതത്തിൽ, ഈ ഭൂമിയിലെ ജീവിതത്തിൽ, സ്വർഗത്തിൽ അവർ സമ്പത്ത് ശേഖരിച്ചു വെച്ചത്. ഹെബ്രായ പുസ്തകം 10-ാം അധ്യായം 34-ാം വചനത്തിലോട്ട് വരുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് കാണാനായിട്ട് കഴിയും. തടങ്കലായിരുന്നപ്പോൾ നിങ്ങൾ വേദനകൾ പങ്കിട്ടു, ധനത്തിന്റെ അപഹരണം സന്തോഷത്തോടെ നിങ്ങൾ സഹിച്ചു. എന്തെന്നാൽ കൂടുതൽ ഉത്കൃഷ്ടവും ശാശ്വതവുമായ ധനം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു. എത്ര കൃത്യമാണ് ദൈവമക്കളെ വചനം. ഈ ലോകത്തിലെ പലതും അവർക്ക് നഷ്ടപ്പെട്ടപ്പോൾ, ഈ ലോകം നൽകിയ സന്തോഷം, ഈ ലോകം നൽകിയ ഉന്നതി, ഈ ലോകം നൽകിയ നശ്വരമായ പണം, നശ്വരമായിട്ടുള്ള പ്രശസ്തി, ഇതെല്ലാം ഈ ലോകത്തിന്റെ ധനമാണ്. ഇതൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു. പക്ഷെ അവർ പരിതപിച്ചില്ല, അസ്വസ്ഥരായില്ല. കാരണം ഇതിനേക്കാൾ എത്രയോ ഉത്കൃഷ്ടവും ശാശ്വതവുമായ ഒരു നിത്യമായ ധനമുണ്ടെന്ന് അവരെല്ലാം തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ദൈവമക്കളെ, ഈ ലോകത്തിൽ അവർ സ്വർഗോന്മുഖമായി ജീവിച്ചു. സ്വർഗം അവർക്ക് അത്രയും ക്ലോസ് ആയിരുന്നു. ഹെബ്രായ പുസ്തകം 11-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ ഇസ്രായേൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രവാചകനായ മോശയെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളെക്കാൾ വിലയേറിയ സമ്പത്തായി മോശ കരുതി. ഫറവയുടെ കൊച്ചുമകനായിരുന്നു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കോടീശ്വരനായിരുന്നു. ഈ ലോകം എന്തൊക്കെ സ്വപ്നം കാണാൻ കൊതിക്കുന്നുവോ അതൊക്കെ മോശയ്ക്ക് ആ കാലങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ വചനം പഠിപ്പിക്കുകയാണ്, ക്രിസ്തുവിനെ പ്രതിയുള്ള സഹനങ്ങൾ ഈജിപ്തിലെ വിലയേറിയ സമ്പത്തിനേക്കാളും ധനത്തെക്കാളും വിലപ്പെട്ടതായി മോശ കണ്ടു. എന്തുകൊണ്ട് മോശ അങ്ങനെ കരുതിയത്? ഇതവൻ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ചു. മോശയ്ക്ക് സ്വർഗം അത്രയും ക്ലോസ് ആയിരുന്നു. ഫ്രാൻസിസ് അസീസിക്ക്, കൊച്ചുദ്രേസയ്ക്ക്, വിശ് അൽഫോൺസയ്ക്ക്, ഫ്രാൻസിസ് സേവ്യാറിന്, പാദ്രുപ്പിയയ്ക്ക് സ്വർഗം അത്രയും ക്ലോസ് ആയിരുന്നു. അതുകൊണ്ട് അവർ സ്വർഗത്തിൽ വലിയ വലിയ നിക്ഷേപങ്ങൾ കരുതിയത്. ഇവിടെ മോശയുടെ ജീവിതത്തിലൂടെ നിങ്ങൾ വീണ്ടും വാ. എന്താ ദൈവാത്മാ പറയണേ? കാരണം തനിക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലത്തിലേക്കാണ് മോശ കണ്ണുകൾ ഉയർത്തിയത്. എന്റെ പ്രിയ സഹോദര സഹോദരി, പാരഡൈസ് ബാങ്കിൽ ഇതുവരെ എന്തെങ്കിലും നിക്ഷേപിച്ചിട്ടുണ്ടോ? ഇപ്പൊ ചിലർ ചിന്തിക്കുക, പാരഡൈസ് ബാങ്കോ? പല ബാങ്കുകൾ ഞങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, പല ബാങ്കുകളുടെ പേര് കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് പാരഡൈസ് ബാങ്ക് എന്ന് കേൾക്കണേ. കേൾക്കാത്തവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ ഇപ്പോഴെങ്കിലും കേൾക്കുക. പാരഡൈസ് ബാങ്ക്, അങ്ങനെ ഒരു ബാങ്കുണ്ട്. അത് സ്വർഗത്തിന്റെ ബാങ്കാണ്. ആ ബാങ്കിൽ നിക്ഷേപിക്കാൻ തുടങ്ങുക, അവിടെ നിക്ഷേപം വർദ്ധിപ്പിക്കുക. ആ നിക്ഷേപമാണ് നിത്യതയിൽ കർത്താവിനോട് കൂടെ ആനന്ദിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും വക തരുന്ന ആകെയുള്ള ഒരു സമ്പത്ത്. അതുകൊണ്ടാണ് പാട്ടുകാരൻ ഇപ്രകാരം പാടിയത്: ലോകമാണ് നിന്റെ ആശയെങ്കിൽ ലോകം കടന്നു പോകും, പോയി മറയും. ഇന്നു മരണം നിന്നെ മുട്ടി വിളിച്ചെന്നാൽ ലോകത്തെ കൈവിട്ടു പോയിടണം. എന്തുണ്ട് ലോകത്തിൽ ആശ നൽകാൻ, സർവവും മായയായി മാഞ്ഞു പോകും. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ കർത്താവ് പറഞ്ഞത്, ഭൂമിയിൽ നിക്ഷേപം കരുതരുത്, സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കുക. നമ്മൾ ഈ പറയുന്നതും നമ്മൾ ഈ ചിന്തിക്കുന്നതുമല്ല സമ്പത്ത്. കർത്താവിന്റെ മുൻപിലുള്ള സമ്പത്ത് എന്താ?
വെളിപാടിന്റെ പുസ്തകം 2-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ സ്മിർനായിലെ സഭയെ നോക്കി കർത്താവ് പറയാ, നിന്റെ ഞെരുക്കവും ദാരിദ്ര്യവും എനിക്കറിയാം, എങ്കിലും നീ സമ്പന്നനാണ്. ക്രിസ്തുവിനെ പ്രതി സ്വീകരിച്ച ദാരിദ്ര്യം, ക്രിസ്തുവിനെ പ്രതി സ്വീകരിക്കുന്ന സഹനങ്ങള്, ഇതെല്ലാം ആര് ഏറ്റുവാങ്ങുന്നുവോ ആ വ്യക്തി സമ്പന്നനാണെന്ന വചനം പഠിപ്പിക്കുന്നത്. ദൈവമക്കളെ, കർത്താവ് നൽകിയ ഈ വചനങ്ങളുടെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. ഇന്ന് കർത്താവിന് നമ്മൾ വാക്ക് കൊടുക്കുക. കർത്താവേ, പലപ്പോഴും ഞാൻ ഇതുവരെ ജീവിച്ചത് ഈ നശ്വരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാ. ഈ ഭൂമിയിൽ എങ്ങനെ സമ്പത്ത് വർദ്ധിപ്പിക്കുക, ഇതിനു വേണ്ടിയായിരുന്നു എൻ്റെ സമയം, എൻ്റെ കഴിവ്, എൻ്റെ ആരോഗ്യം, എൻ്റെ സാധ്യതകൾ എല്ലാം ഞാൻ ഉപയോഗിച്ചത്. എന്നാൽ ഈശോയെ, ഇന്നു മുതൽ സ്വർഗത്തിൽ നിക്ഷേപം കരുതുന്നവളായി എൻ്റെ ജീവിതത്തെ ഞാൻ മാറ്റും. അതിനായി ഈശോയെ എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. ഈ ഒരു സമർപ്പണത്തോടെ ദൈവമക്കളെ, നമ്മുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ പൂർണ്ണമായും കർത്താവിനെ സമർപ്പിക്കാം. ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ സ്വർഗോന്മുഖമായി, സ്വർഗത്തിന്റെ അനുഭവത്തിൽ, സ്വർഗീയമായ അഭിഷേകത്തിൽ നാം ജീവിക്കുമെങ്കിൽ ഒരു കാര്യം കർത്താവ് ഉറപ്പ് തരികയാണ്, നിശ്ചയമായും സ്വർഗത്തിൽ നമ്മുടെ സമ്പത്ത് വർദ്ധിച്ചിരിക്കും. ഈ ഒരു വാഗ്ദാനത്തെ ഓർത്ത് നമുക്ക് സന്തോഷമുള്ളവരാകാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ആരാധനയുടെ നിമിഷം, ഹൃദയങ്ങളൊന്നാകും നിമിഷം, യേശുനാഥനെഴുന്നള്ളും നിമിഷം, എന്നുള്ളം തലോടുന്ന നിമിഷം, ഈ നിമിഷം. ആരാധനയുടെ നിമിഷം, ഹൃദയങ്ങളൊന്നാകും നിമിഷം, പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വിശ്വാസത്തോടെ കടന്നു വന്നിരിക്കുകയാണ്. ഇരുകരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് യാചനാപൂർവ്വം തുറന്നു പിടിക്കാം. നീട്ടിപ്പിടിച്ചിരിക്കുന്ന കരങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളെയും, നമ്മുടെ കുടുംബങ്ങളെയും, നമ്മുടെ വ്യത്യസ്തമായ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും എല്ലാം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവചനത്തിലൂടെ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു, സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കുക. നമ്മുടെ ജീവിതങ്ങൾ സ്വർഗോന്മുഖമായി രൂപപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. കർത്താവ് നമ്മുടെ ജീവിതങ്ങളിൽ ശക്തിയോടെ ഇടപെടുന്ന സമയമാണ്. നമ്മുടെ വേദനകളും ദുഃഖങ്ങളും പ്രതിസന്ധികളും തകർച്ചകളും നമ്മൾ അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ എന്തുമാകട്ടെ, കർത്താവ് ആ വിഷയങ്ങളിലേക്കെല്ലാം അഭിഷേകത്തിന്റെ ശക്തിയായി കടന്നു വരികയാണ്. പ്രിയ സഹോദര സഹോദരി, ഹൃദയനുറുക്കത്തോടെ യേശുവിനെ വിളിക്ക്, വിശ്വാസത്തോടെ വിളിക്ക്. നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ നിലവിളിയുടെ മുൻപിൽ കർത്താവ് നിൽക്കും. ഈ സമയം നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹങ്ങളായി മാറിക്കൊണ്ടിരിക്കുക. ഇരുകരങ്ങളും ദിവികാരുണ്യ യേശുവിനെ മുൻപിൽ ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കേ. ഇത് ദൈവം ഇടപെടുന്ന സമയമാണ്, ഇത് അത്ഭുതത്തിന്റെ സമയമാണ്, ഇത് സൗഖ്യത്തിന്റെ സമയമാണ്, ഇത് വിടുതലിന്റെ സമയമാണ്. ദൈവകൃപയുടെ സമൃദ്ധി പെരുമഴ പോലെ പെയ്തിറങ്ങുന്ന സമയമാണ്. യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പൊന്നു കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ നിയോഗങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ അനുഭവിക്കുന്ന വേദനകള്, തകർച്ചകള്, ദുരിതങ്ങള്, ദുഃഖങ്ങള് കർത്താവേ കൃപയാക്കി മാറ്റണമേ, അഭിഷേകമാക്കി മാറ്റണമേ. അവിശ്വാസത്തിന്റെ മുഖങ്ങള്, സംശയത്തിന്റെ ബന്ധനങ്ങള്, അല്പവിശ്വാസത്തിന്റെ തകർച്ചകളെല്ലാം എടുത്തു മാറ്റി വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ, സ്വർഗോന്മുഖരായി ജീവിക്കുവാൻ, സ്വർഗത്തിൽ നിക്ഷേപം കരുതുന്നവരായി മാറുവാൻ കർത്താവേ
കരം നീട്ടി അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ നന്ദി, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.